അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം എനിക്കിതുപോലെ കണ്ണിലിരുട്ട് കയറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് റിപ്പീറ്റായിട്ട് 3 ദിവസം വന്നപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കെന്നെ തോന്നി. അപ്പം നമുക്ക് കാര്യമായിട്ട് ഈ മെഡിക്കൽ ടൈം അറിയാത്തതുകൊണ്ട് പിന്നെ ആരാണ് ചെയ്യുന്നതെന്നൊക്കെ സെർച്ച് ചെയ്തപ്പം കാരിത്താസ് ഞാൻ അങ്ങനെ ഫൈൻഡ് ചെയ്തത്. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ കോടിമത എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം എനിക്കിതുപോലെ ഒരു നടക്കാനുള്ള ബുദ്ധിമുട്ടും ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് നടന്നപ്പോൾ എനിക്കിതുപോലെ കണ്ണിലിരുട്ട് കയറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് റിപ്പീറ്റായിട്ട് 3 ദിവസം വന്നപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കെന്നെ തോന്നി. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഡോക്ടറിനെ ഒന്ന് കാണാൻ പോയിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ECGയും എക്കോയും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ECGയും എക്കോയും എടുത്തപ്പോൾ അതിൽ എന്തോ CVR MVR എന്തോ പറഞ്ഞിരുന്നു അവർ. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഈ മെഡിക്കൽ ടൈം അറിയാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്കിതുപോലെ ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പം സർജറിയുടെ ആവശ്യം പറഞ്ഞപ്പം എനിക്ക് ദുബായിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു. നമ്മുടെ കോട്ടയത്ത് എവിടെയാണ് ചെയ്യുന്നത്, പിന്നെ ആരാണ് ചെയ്യുന്നതെന്നൊക്കെ സെർച്ച് ചെയ്തപ്പം കാരിത്താസ് ഞാൻ അങ്ങനെ ഫൈൻഡ് ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെ കാരിത്താസിൽ ആരാ ചെയ്യുന്നതെന്ന് നോക്കിയപ്പം രാജേഷ് സാറായിരുന്നു കണ്ടത്. അപ്പം ഞാനിങ്ങനെ രാജേഷ് സാറിനെ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തിരുന്നു. അപ്പം സാറിന് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം കാരിത്താസ് ഗ്രേറ്റ് പ്ലേസ് ടു ചെയ്യാനായിട്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ കാരിത്താസിൽ ഇതുപോലെ 20th മാർച്ചിന് ഞാൻ വന്ന് രാജേഷ് സാറിനെ കണ്ടു. അപ്പം രാജേഷ് സാർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു, അതെ ഇതുപോലെ ഇത് ജന്മനയിലുള്ള ഒരു പ്രശ്നമാണ്, അതിനെ പയ്യെ സിംറ്റംസ് തരുള്ളൂ. അപ്പോൾ എനിക്ക് കാണിച്ച അതേ സിംറ്റംസ് തന്നെയാണ് രാജേഷ് സാർ പറഞ്ഞത്. അപ്പോൾ എനിക്കിതുപോലെ സർജറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടിയത് 2nd മാർച്ചിനായിരുന്നു. അപ്പോൾ 2nd മാർച്ചിന് എനിക്ക് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഫീവർ അങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കുറച്ച് ഡിലേ ആയി. പിന്നെ ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയത് 13th മാർച്ചിനായിരുന്നു. അപ്പോൾ 13th മാർച്ചിന് ഞാൻ 12th മാർച്ചിന് ഞാൻ അഡ്മിറ്റായി. 13th മാർച്ചിന് ഞാൻ സർജറിക്ക് എന്നെ OT കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. സർജറി കഴിഞ്ഞു. 1 day എന്നെ അവർ ICU തന്നെ ഒബ്സർവേഷൻ വെച്ചു. പിറ്റേ ദിവസവും എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഒരു 6 മണി വരെയൊക്കെ ഞാൻ ICU തന്നെയായിരുന്നു. അപ്പം എന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു സർജറിയുടേതായ, അതിൽ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റി. എന്നെ അന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു, നോർമലായിട്ടുള്ള റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം നോർമലായിട്ട് സർജറി കഴിഞ്ഞതിൻ്റെതായ ഒരു ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച എനിക്ക് ഇത് ഡിസ്ചാർജ് കിട്ടി. 17-ാം തീയതി എനിക്ക് ഡിസ്ചാർജ് കിട്ടി. അപ്പോൾ ഇന്നേക്കിപ്പോൾ 10 ദിവസമായി, 23 ആയി ഇന്നത്തെ ദിവസം. ഇന്ന് എൻ്റെ സ്റ്റിച്ചും റിമൂവ് ചെയ്തു. ഇന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. എല്ലാം അടിപൊളിയായിരുന്നു. കാരണം A to Z എന്നെ ഹെൽപ്പ് ചെയ്തു. സാറിൻ്റെ OPയിലുള്ള നേഴ്സാണെങ്കിലും എന്നെ A to Z ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എന്ത് കാര്യത്തിന് വിളിച്ചാലും എനിക്ക് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. ഈവൻ ഞാൻ ചില സമയത്ത് ചേച്ചി ഓഫുള്ള ദിവസം വരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്നെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.